ഇന്ന് വായനയിൽ പുതിയ കഥ. തഴച്ചു വളരുന്ന തൈകൾ. ഗൗതമൻ എൻ്റെ സുഹൃത്താണ്. വെളുത്തുമെലിഞ്ഞ ദേഹവും സഹതാപം തോന്നിക്കുന്ന ഭാവവും ദുഃഖം അലിഞ്ഞു കിടക്കുന്ന കണ്ണുകളും കാണുന്നവർ ആരും ഗൗതമനെ ഇഷ്ടപ്പെടും. സത്യത്തിൽ ഗൗതമൻ അടുത്ത കാലം വരെ എൻ്റെ ആരുമായിരുന്നില്ല. രണ്ട് അപരിചിതർ. ഞങ്ങളുടെ പരിചയം തുടങ്ങുന്നത് ഒരു സന്ധ്യക്കാണ്. ആഴ്ചകൾക്കു മുമ്പ് ഒരു ദിവസം നഗരത്തിലെ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഞാൻ എത്തിയതായിരുന്നു. ആശയങ്ങളുടെ കൊടുങ്കാറ്റ് ചീറുന്ന വേദി. സാഹിത്യ വിചാരത്തിനിടയിലെല്ലാം സമകാലിക രാഷ്ട്രീയത്തിൻ്റെ നാമ്പുകൾ. ഓരോ പ്രസംഗികനും അവനവൻ്റെ ചിന്താഗതി ഉദ്ധരണികളും ഉദാഹരണങ്ങളും കൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. ഹാളിൽ തിങ്ങിക്കൂടിയ ജനം ശ്വാസമടക്കി ശ്രദ്ധിക്കുന്നു. ഓരോ പ്രസംഗത്തിൻ്റെയും ഒടുക്കം ഓരോ വിഭാഗം സദസ്യരുടെ നീണ്ട കാരാഘോഷം. അവസാനത്തെ ആളായി ഞാൻ. കയറിയപ്പോഴേക്കും ജനം കല്ലേറ്റു കടന്നൽ കൂടായി. ഹാളിൽ നിശബ്ദത ഉടഞ്ഞു. നഗരത്തിൽ അപൂർവമായി എത്തിപ്പെടുന്ന ഒരാളായ എന്നെ സംബന്ധിച്ച് അവർക്കിടയിൽ ഒരു സ്വാധീനവുമില്ല. എൻ്റെ കൃതികൾ വായിച്ചവർക്ക് കൂടി ഞാൻ ഏത് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് വ്യക്തമല്ലാത്തതിനാൽ എനിക്ക് വേണ്ടി കാതോർത്തിരിക്കാൻ ആളില്ലാതായി. ഈ ക്ഷീണാവസ്ഥയിലാണ് ഞാൻ വേദിയിൽ നിന്നത്. ഒരു നിമിഷത്തെ വാചാലമായ മൗനത്തിനു ശേഷം പന്തങ്ങൾ കെട്ടടങ്ങിയ മുഹൂർത്തത്തിൽ ഞാൻ എൻ്റെ നുണക്കഥ തുടങ്ങി. കഥ ഇതുവരെ.